അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് പാർവതി അയ്യർ. ഇപ്പോൾ ഇതാ 3 വർഷത്തെ പ്രണയത്തിന് ശേഷം താരം വിവാഹിതയായിരിക്കുകയാണ്. പാർവതി അയ്യരുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇന്നലെ ആറ്റുകാൽ അമ്പലനടയിൽ വെച്ചാണ് ദീർഘകാല സുഹൃത്തും പ്രണയതാവുമായിരുന്ന അഡ്വക്കേറ്റ് അനൂപ് കൃഷ്ണനെ പാർവതി വിവാഹം കഴിച്ചത്. ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധി പേരാണ് താരത്തിനും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത്. അതീവ സുന്ദരിയായി ഒരു കൊച്ചു രാജകുമാരിയെ പോലെയാണ് 24 വയസ്സുകാരിയായ പാർവതി വിവാഹവേദിയിലേക്ക് വന്നെത്തിയത്. നടിയെ കണ്ടവരും പ്രത്യേകം പറഞ്ഞു, ഒരു രാജകുമാരിയെ പോലെയാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് പാർവതിയെന്ന്. അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത്. അത്യാഡംബര വിവാഹമൊന്നുമല്ലായിരുന്നു. ഉള്ളതുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷമാക്കി തീർത്തിരിക്കുകയാണ് പാർവതി അയ്യരും കുടുംബവും. പാർവതിയുടെ വിവാഹ വിശേഷങ്ങൾ ഓരോന്നായി താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവെക്കുന്നുമുണ്ട്. അതൊക്കെ തന്നെ ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായതിനു ശേഷം പാർവതിയും കുടുംബവും വരന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അതേസമയം മാധ്യമങ്ങളോട് ഇരുവരും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നും പാർവതിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നേരത്തെ തന്നെ ആരാധകർ അനൂപിനെ കണ്ടിട്ടുണ്ട് എന്നും ഇവർ നേരത്തെ വിവാഹം കഴിച്ചതാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങളോട് പാർവതി പ്രതികരണം അറിയിച്ചത്. മാത്രമല്ല, ഇത് എന്റെ ഏറെ നാളത്തെ സ്വപ്നം കൂടിയാണ് എന്നും പാർവതി കൂട്ടിച്ചേർത്തു. പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഞാൻ എന്റെ വിവാഹം നടത്തണമെന്നുള്ളത്. അതിവിടെ നടന്നു. എന്റെ അമ്മയ്ക്കും സഹോദരിക്കും വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നാണ് പാർവതി ആവർത്തിച്ചു പറഞ്ഞത്. നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. വിവാഹം കഴിഞ്ഞതും പാർവതി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വേദിയിൽ നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ പാർവതിക്ക് കുടുംബാംഗങ്ങളെ മിസ് ചെയ്യുമല്ലോ എന്നോർത്ത് വലിയ ദുഃഖമുണ്ട് എന്ന് പ്രേക്ഷകർക്കും മനസ്സിലായി. പിന്നീട് എല്ലാവരും കമന്റുമായി എത്തിയത് അതിനെക്കുറിച്ച് തന്നെയായിരുന്നു. പാർവതിക്ക് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സഹോദരിയുണ്ട്. സ്പെഷ്യൽ ചൈൽഡ് ആയിട്ടുള്ള പാർവതിയുടെ ആ സഹോദരിക്ക് പാർവതി എന്നും ഒരമ്മയെ പോലെ തന്നെയായിരുന്നു. പെട്ടെന്നൊരു നിമിഷം പാർവതിക്ക് തന്റെ സഹോദരിയെ കുറച്ചു നാളത്തേക്കെങ്കിലും കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ വലിയ ദുഃഖം തന്നെയായിരിക്കും. ഏതൊരു പെൺകുട്ടിക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുതന്നെയാണ് ഇപ്പോൾ പാർവതിക്കും ഉണ്ടായിരിക്കുന്ന ഫീലിങ്സ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതേസമയം എല്ലാവരും പാർവതിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അതിനനുയോജ്യമായ മേക്കപ്പും ആർഭാടകരമായ ആഭരണങ്ങളും കണ്ട് ഏറെ ഇഷ്ടപ്പെട്ടു എന്നും നിരവധി പേരാണ് പറയുന്നത്.